മൂവിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ദിലീപേട്ടന് ഒരു വലിയ നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന പടത്തിലേക്ക് ഒരൊറ്റ സീനേ ഉള്ളൂ, ഒരു തല്ലുന്ന ഒരു സീനുണ്ട്. ആ സീനിന് വേണ്ടി എന്നെ വിളിച്ചത് ദിലീപേട്ടനാണ്. ആ സീൻ കണ്ടതിന് ശേഷമാണ് റാഫി സാർ പിന്നെ റോൾ മോഡലിലേക്ക് വിളിക്കുകയും ബോംബ് കഥ സംഭവിക്കുകയും അങ്ങനെ കണക്ട് ചെയ്താണ് എൻ്റെ അഭിനയ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. സൗണ്ട് ഇത്തിരി പ്രശ്നമുണ്ട്. പക്ഷെ ഇതിനൊന്നുമല്ല ഞാനിപ്പോൾ നന്ദി പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇത്ര നേരം ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓടിപ്പോട്ട് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദിലീപേട്ടൻ മന്നേനും ഇവിടെ റെഡി ആവണമെന്ന് പറഞ്ഞിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ദിലീപേട്ടൻ വന്നു. നേരെ ചാടി ഞാൻ വന്നു. ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ദിലീപേട്ടൻ എന്നോട് ചെയ്യും പറഞ്ഞു, എടാ ഇത്രയും മീഡിയക്കാർ നിൽക്കണേണ്, സൂക്ഷിച്ച് ഞാൻ സിപ്പ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാനം രക്ഷിച്ചതിന് മരണം വരെ ഞാൻ നന്ദിയുള്ളവരായിരിക്കും. അതാണ് എനിക്ക് ബാക്കിയൊക്കെ വിട്ട് ഞാൻ ദിലീപേട്ടൻ ചെയ്ത എല്ലാ കാര്യം വിട്ട്. ഇതാണ് എനിക്ക് എൻ്റെ, കാരണം അത്രയും മീഡിയ ഉണ്ടായിരുന്നു. അവന്മാരെ പങ്കിട് വന്നപ്പോൾ നേരമല്ല. പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ വേദിയിൽ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മീഡിയാസ്, എൻ്റെ കൂട്ടുകാർ, എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഈ സിനിമ എന്നോട് ജോൺ കുട്ടി ചേട്ടനാണ്, നമ്മുടെ ജോണി ആന്റണി ചേട്ടനാണ് ആദ്യമായിട്ട് കേൾക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിയേറ്ററിൽ അന്നൊക്കെ ടി വിയിൽ വരുമോ, ഈ മുഖം ടി വിയിൽ വരുമെന്ന് പോലും വിചാരിക്കാത്ത കാലഘട്ടത്തിലാണ് ഞാൻ താന്തോന്നി എന്ന് പറഞ്ഞ പടം കാണുന്നത്. പിന്നീട് അതേ സംവിധായകൻ്റെ ഒരു പടം ഞാൻ അഭിനയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ജോർജ് ചേട്ടൻ എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ആകർഷണം. പിന്നെ സന്തോഷ് ചേട്ടൻ്റെ ശക്തമായിട്ടുള്ളൊരു തിരക്കഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സസ്പെൻസ് ത്രില്ലർ ആകുമ്പോൾ കാണുന്ന പ്രേക്ഷകനും എപ്പോഴും അവൻ്റെ ഒരു ബുദ്ധി ഉപയോഗിക്കും. ഈ റൈറ്ററിൻ്റെ മുകളിൽ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ടായിരിക്കും പ്രേക്ഷകൻ കാണുന്നത്. കാരണം അവൻ കുറച്ചും കൂടി എന്താ പറയുന്നത്, കുറച്ചും കൂടി ബുദ്ധികളാണെന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അതങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മളെ ചിന്തയിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ത്രില്ലർ മൂഡിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. അപ്പോൾ ഇതൊരു നല്ല മികച്ച ത്രില്ലർ സിനിമയായിരിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് വീണ്ടും എല്ലാവർക്കും നന്ദി. ദിലീപേട്ട വീണ്ടും നന്ദി. ഹലോ, ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. അതിന് വന്ന് അനുഗ്രഹിച്ച് ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത ദിലീപ് സാറിന് വളരെയധികം നന്ദി. സാറിനെ എങ്ങനെ കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഡയറക്ടറായ ജോർജ് സാറിന് ഒരുപാട് നന്ദി. പിന്നെ ഇത് എഴുതിയ സന്തോഷ് സാർ, താങ്ക് യു സോ മച്ച്. എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തെല്ലാം ശരിയാക്കിയ ഷിബു ചേട്ടന് നന്ദി. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ജെയിൻ സർ ആൻഡ് വിനോദ് സർ, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും കാരണമാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. എന്നെ ചൂസ് ചെയ്ത ജോർജ് സാറിന് വളരെയധികം നന്ദി. ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ക്രൂ, ബാബുരാജ് സർ, മുരളി ഗോപി സർ, വിപിൻ ചേട്ടൻ, താങ്ക് യു സോ മച്ച്. ICU എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രില്ലറാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.